ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ്. 1 മന്ത് വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ജോർജിയയിലോട്ട് തന്നെ പോവുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര സാഡായിട്ടുള്ള ദിവസമാണ് ഗൈസ് ഇന്ന്. സോ അങ്ങനത്തെ ഒരു വ്ളോഗാണ് ഗൈസ് ഇന്ന്. ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ഗൈസ്. ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. KG ഒന്നും നോക്കിയിട്ടില്ല. എല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് KG നോക്കാൻ വിചാരിച്ചിട്ട് കുറേ സാധനങ്ങളുണ്ട്. സോ എന്തായാലും എക്സസൈസ് ആകുന്ന ഉറപ്പായിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കിയിട്ടില്ല. ഏറ്റവും ലാസ്റ്റിൽ തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് പോണതിൻ്റെ 2 ദിവസം മുന്നത്തെ പാക്കിംഗ് ആണ് ഗൈസ്. ഞങ്ങൾ ജസ്റ്റ് റാൻഡമായിട്ട് ഒന്നെല്ലാം എടുത്ത് വെച്ചിട്ട് ഇനി എത്ര KG എക്സസ് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. എന്തായാലും ഉറപ്പായിരുന്നു എന്തായാലും കൂടുതലുണ്ടാവുന്നു. അപ്പം നോക്കുമ്പം എക്സ്ട്രാ 20 KG എക്സസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി തലേന്ന് എല്ലാം ഒന്നും കൂടി സെറ്റാക്കാമെന്ന്. ഡോഡാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായി എന്തപ്പോൾ ഇവിടെ സംഭവിക്കണേന്ന്. പിന്നെ ലാസ്റ്റ് ആൾ വന്ന് എൻ്റെ ബെഡിൽ കിടന്നു. ഓൾക്ക് മനസ്സിലായി ഞാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ഞാൻ പോണവൾക്ക് നല്ല മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നൈറ്റ് എൻ്റെ മേത്തെല്ലാം വന്ന് കിടന്നിട്ടുണ്ടായി. ഇത് ഞാൻ പോണതിൻ്റെ തലേ ദിവസമാണ് ഗൈസ്. ലുക്കറ്റോടോ ഭയങ്കര സ്റ്റെക്കായിട്ട് നിൽക്കുന്നു ഗൈസ്. ഉമ്മച്ചി ഇതിപ്പോൾ എല്ലാം എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കുറേ ഉണ്ട് കൊണ്ടുപോകാൻ. ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി തന്ന് ഗൈസ്. പാവം ഇപ്പോഴാണ് കഴിയണത്. ഇനി പെട്ടി ഒന്നും കൂടും പാക്ക് ചെയ്യാണ്ട് കണ്ട്. എക്സസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഗൈസ്. ഇത് അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ തിരിച്ചെടുത്തിട്ടോ. കാരണം ഒരു കറക്റ്റ് ആ ഒരു KG ആക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ തിരിച്ചെടുത്തു. പിന്നെ ബോക്സിൽ കെട്ടി അത്രയും വെയിറ്റ് കുറഞ്ഞോട്ട് വിചാരിച്ചിട്ട്. അപ്പോഴാണ് നമ്മളെ ക്യാപ്പിൻ്റെ എൻട്രി. ഓളാലേക്കുണ്ടാവും ഇവരെ പണി ഇത് തീർന്നില്ലേന്ന്. ബോക്സൊക്കെ അമ്മച്ചി ഒറ്റക്ക് പാക്കാക്കി ഗൈസ്. എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. എൻ്റെ കൈയും കാലൊക്കെ വേദനവും പറഞ്ഞിട്ട്. പാവം. ഞങ്ങളെ ഈ പണിയൊക്കെ കണ്ടിട്ട് ഓൾക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നി. സോ ഗൈസ് ഞാൻ ഇറങ്ങാൻ പോവാണ്. അപ്പോഴാണ് ഡോഡോ അവിടെ സങ്കടപ്പെട്ടിരിക്കണം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഡോഡോനോടും ക്യാപ്പിനോടും പേരേനോടും എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു ബായ് പറയണം ഗൈസ് അതിനോട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഫൈനലി ഭയങ്കര വിഷമമുണ്ടായി. നെഞ്ചെല്ലാം നല്ല അടിക്കുന്നുണ്ടായി സങ്കടത്തോണ്ടും എല്ലാം കൊണ്ടും. ഇമ്മച്ചിനെ വിട്ട് പോകണോണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഗൈസ് ഉള്ളിൽ. സോ ലഗേജ് എല്ലാം എടുത്ത് ഞാൻ ഉള്ളിൽ കയറി ഗൈസ്. സോ ഡിപ്പാർച്ചറിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ബോർഡിങ്ങിൻ്റെ ടൈം ആയിട്ടില്ല. സോ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബോർഡിങ് ഓപ്പൺ ആകുമ്പോൾ ഉള്ളിൽ കയറാമല്ലോ എന്ന് വിചാരിച്ചു. ബോർഡിങ് ഓപ്പണായി ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ കയറാൻ നിൽക്കുകയാണ്. സോ സങ്കടമൊക്കെ ഉള്ളിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുകയാണ്. തുളുമ്പി നിൽക്കുക. ഇപ്പം പെട്ടും പറഞ്ഞിട്ട്. സോ അമ്മച്ചിനോടൊക്കെ ബായ് പറഞ്ഞിട്ട് ഞാൻ അതവിടെ ബോർഡിങ്ങിൻ്റെ ലൈനിൽ നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ബോർഡിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ ഉള്ളിൽ കയറും. ഇവിടെ വെയിറ്റിംഗ് ആണ്. ഗൈസ് ഞാൻ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ നിൽക്കുന്ന ഏരിയയിൽ ഇങ്ങനെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഇനി ടൈം ആകുമ്പോൾ ഉള്ളിൽ കയറും. അത്ര വലിയ സന്തോഷമൊന്നുമില്ല ഗൈസ്. കാരണം ബസ്സിനായിട്ട് പോകുമ്പോൾ ഒരു മാതിരിയാണ്. ഒരു മാസത്തിന് വന്നതാണ്. ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് 1 വീക്ക് ഓർ സംതിങ്. അങ്ങനെ വളരെ സങ്കടമുണ്ട്. മച്ചി പാവം ഒന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കലായിരുന്നു. എല്ലാം എനിക്ക് ചെയ്തു തരുന്നു. എൻ്റെ വൈത്താല ഫുഡ് തിന്നാൻ വേണ്ടി നടക്കുകയായിരുന്നു. എല്ലാം ഇങ്ങനെ മിസ്സാവുന്നു. ജോർജിയയിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കായി. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. കാലയിച്ചിട്ട് ഭയങ്കര സങ്കടം വരികയായിരുന്നു എനിക്ക്. ഉമ്മമാരെപ്പോഴും ഉമ്മമാർ തന്നെയാണ്. Nobody can replace them. സോ ഗൈസ് TBLCക്ക് മോസ്റ്റ്ലി സ്റ്റുഡൻസ് ആയിരുന്നു ഗൈസ്. എന്നെ പോലെ വെക്കേഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്.
ഫ്ലൈറ്റിലിരുന്നപ്പോഴാണ് ഗൈസ് റിയാലിറ്റി ഹിറ്റ് ചെയ്തത്. ലൈക്ക് ഓക്കെ ജോർജിലോട്ടാണ് തിരിച്ചു പോവാണ്, യാ ഇമ്മച്ചീനൊക്കെ വിട്ട് പോവാണ്. സോ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ഇമോഷണലായിരുന്നു ഗൈസ് ഞാൻ. ഇമ്മച്ചി നല്ല സങ്കടത്തിലായിരുന്നു. എന്തായാലും ഇമ്മച്ചിക്ക് ഭയങ്കര വിഷമാവും. ഇത്രയും ദിവസം ഒരുമിച്ചായിരുന്നു ഞങ്ങൾ, അതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ജോർജിയയിലെത്തി ഗൈസ്. ഞാൻ ലഗേജ് കിട്ടാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. കുറച്ച് ലേറ്റായി എൻ്റെ അത് കിട്ടാൻ, അപ്പം ഞാൻ കുറച്ച് പേടിച്ചു. പിന്നെ ഫൈനലെത്തി. സോ ഗൈസ് ഞാൻ പെരയിലെത്തി, ഫ്രഷായി. ഇപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുക്കും, എനിക്ക് നോമ്പ് തുറക്കണം. സോ ഇതായിരുന്നു എൻ്റെ ചെറിയൊരു കുട്ടി വ്ളോഗാണ് ഗൈസ്. ഞാനിന്ന് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം അങ്ങനെ സാഡായിട്ട് വന്നതായിരുന്നു. സോ ചെറുതായിട്ടൊന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഗൈസ്. നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഗൈസ്. സോ സ്റ്റേ ട്യൂൺ. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. Subscribe to my channel guys. Bye.